ഇപ്പം ഞാൻ പോകുന്നത് കുവൈത്ത് എയർപോർട്ടിലേക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സുജീഷ് നാട്ടിൽ നിന്ന് വരുന്ന ദിവസമാണ്. സുജീഷ് എന്നോട് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യം 12 മണിക്ക് തന്നെ ഞാൻ എയർപോർട്ടിലെത്തുന്നു. അങ്ങനെ ഞാൻ വണ്ടി പാർക്കിങ്ങിലിട്ട് നേരെ എയർപോർട്ടിനുള്ളിലേക്ക് നടന്നു. എന്താണെന്നറിയില്ല, പൊതുവെ ആളൊക്കെ കുറവായിട്ടാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ സുജീഷ് ആരെന്ന്. സുജീഷ് വേറെ ആരുമല്ല, നമ്മുടെ ഷോപ്പിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അവരും ജോലി ചെയ്യുന്നത്. ഏതായാലും വേറെ ഏതോ ഫ്ലൈറ്റിൽ എത്തിയ ആളുകളെല്ലാം വരുന്നതായിട്ടും കാണുന്നുണ്ട്. സുജീഷ് എത്തിയ ഇൻഡിഗോ ഫ്ലൈറ്റും ലാൻഡ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഏതായാലും ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഇൻഡിഗോയിലെ ക്യാബിൻ ക്രൂ ആണ് ഈ പോകുന്നത്. സമയം 12 കഴിഞ്ഞു. ഈ വരുന്നത് നമ്മളൊരു കസ്റ്റമറാ. പുള്ളി നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് വരുന്നതാ. ഏകദേശം 12:50 ആകുമ്പോഴേക്കും നമ്മുടെ കഥയിലെ നായകൻ മിസ്റ്റർ സുജീഷ് ഇറങ്ങി വരുന്നതായിട്ട് കണ്ടു. 10 ദിവസത്തേക്ക് പോയതാണ് ചെക്കൻ. പക്ഷെ 10 ദിവസം ഫുഡൊക്കെ അടിച്ച് ചേർത്തിട്ടാണ് ചെക്കൻ നാട്ടിൽ നിന്ന് വന്നത്. ഏതായാലും ജസ്റ്റ് സുഖരൊക്കെ അറിഞ്ഞ നമ്മൾ ചായ കുടിക്കാനായിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള കറക് മക്കാനിലേക്ക് പോയി. രാത്രി 1 മണി കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ചായ കൂടി പതിവില്ല. എന്നാലും അവന്റെ കൂടെ ഒരു കമ്പനിക്ക് ഞാനൊരു ചായ കുടിച്ചു. നാട്ടിൽ നിന്ന് വന്നാലും അവൻ തട്ടുന്നതിന് ഒരു കുറവുമില്ല. ഏതായാലും ഇവന്റെ പെട്ടിയിൽ ഏതാണ്ടൊക്കെ ഒരു വെയിറ്റ് കാണുന്നുണ്ട്. ഏതായാലും നാളെ കൊണ്ടുവരുമായിരിക്കും. അങ്ങനെ നമ്മൾ നേരെ അവൻ്റെ ലഗേജൊക്കെ വണ്ടിയിൽ വെച്ച് നേരെ നമ്മുടെ ഫായിലേക്ക്. അപ്പോൾ മറക്കണ്ട, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.